കളഞ്ഞു കിട്ടിയ പണം ഉടമയ്ക്ക് കൈമാറി ഓട്ടോ ഡ്രൈവർമാർ മാതൃകയായി. മുപ്പത്തടം മില്ലുപടിയിൽ PWD നിന്നും റിട്ടയർഡായ രാജൻ ഇന്ന് രാവിലെ പെൻഷൻ വാങ്ങി തിരിച്ചു വരുന്നതിനിടെ ആലുവയ്ക്കും മുപ്പത്തടത്തിനുമിടയിൽ വെച്ച് പണം നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് ഇതു സംബന്ധിച്ച് രാജൻ പോലീസിൽ പരാതിയും നൽകി. കിട്ടിയപ്പോ സന്തോഷമായി. നമുക്ക് ഇന്ന് ഒരു 11 മണിയോടുകൂടി സംശയപ്പെടുന്ന സമയമുള്ള ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കൾ കുറച്ച് പണം അവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പിലും മറ്റേ പഞ്ചായത്ത് മെമ്പർമാരുടെ ഗ്രൂപ്പിലെല്ലാം ഈ മെസ്സേജ് അറിയിച്ചു. ഒരു ഉച്ചയോടുകൂടി 2 മണിയോടുകൂടി ഒരു ചേട്ടൻ രാജൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ പണം നഷ്ടപ്പെട്ട് പോലീസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. നമ്മൾ അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞു പൈസ ചോദിച്ച് മനസ്സിലാക്കി. അധികം ആലുവ ട്രഷറിയിൽ നിന്നും വിഡ്രോ ചെയ്ത പൈസയാണെന്നാണ് അറിയിച്ചത്. നമ്മൾ ട്രഷറി ഓഫീസറെ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ 40,000 രൂപ രാജൻ എന്ന് പറഞ്ഞ ചേട്ടൻ വിഡ്രോ ചെയ്തു എന്ന് പകരം ട്രഷറി ഓഫീസറും ആലുവ ട്രഷറി ഓഫീസറും പറഞ്ഞു. നമുക്ക് ബോധ്യമായി ഈ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച പ്രസാദ് ഉൾപ്പെടെയുള്ള ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി പ്രിൻസിപ്പൽ SI സാന്നിധ്യത്തിൽ രാജ്യം നഷ്ടപ്പെട്ട പണം ഇതിലേക്ക് തിരിച്ചെത്തിച്ചു. ഇതിൻ്റെ ഒരു ഓട്ടോ തൊഴിലാളികൾക്ക് പ്രത്യേക ഒരു അഭിനന്ദനം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങൾ കൊടുക്കുന്നു. കാരണം സത്യസന്ധമാക്കി തന്നെ പോലീസിനെ എപ്പോഴും സഹായിക്കുന്നതാണ് ഓട്ടോ തൊഴിലാളികൾ. എവിടെന്നാ പൈസ കിട്ടിയത്? അമ്പലം സ്റ്റോപ്പിൽ. ഏതമ്പലം? കടങ്ങല്ലൂർ. എങ്ങനെ കിടക്കണ കണ്ടത്? അത് വേറെ കിട്ടിയിട്ട് എൻ്റെ അടുത്ത് തന്നാണ്. 69 എത്ര മണിക്കാണ്? ഉച്ച കഴിഞ്ഞിട്ട് 2 മണി. നേരെ ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണേ ഇത്. ചേട്ടൻ എവിടെ കിടന്ന് ഓടാൻ വേണ്ടി? പേരെന്ന്? കിഴക്കേ കടുങ്ങല്ലൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്നും ഇന്നുച്ചയോടെ കളഞ്ഞു കിട്ടിയ പണവുമായി ഓട്ടോ ഡ്രൈവർ പ്രസാദ, സുഹൃത്തുക്കളായ ബിനു, ശ്രീജിത്ത് എന്നിവർ ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും തുടർന്ന് പണം നഷ്ടപ്പെട്ട രാജനെ വിവരമറിയിക്കുകയുമായിരുന്നു. തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് പ്രിൻസിപ്പൽ SI അബ്ദുൽ ഗനി, ജനമൈത്രി പോലീസ് PG ഹരി എന്നിവരുടെ സാന്നിധ്യത്തിൽ രാജനെ പണം കൈമാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കടുങ്ങല്ലൂർ.